നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞാൻ പറയാം. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 1 വർഷം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. കുറച്ച് സമയം നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കടകളിൽ നിന്നും ഇനിയും ഇതുപോലെയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും മേടിച്ചിട്ട് നമ്മളുടെ ആരോഗ്യമൊന്നും കളയണ്ട. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ചെറിയ വലിപ്പം കുറഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോലൊന്നും ഇളക്കേണ്ട കാര്യമില്ല. തീരെ ചെറിയ വെള്ളുള്ളിയാണ്. അപ്പോൾ അധികം നമ്മൾ തോലൊന്നും കളഞ്ഞ് മെനക്കെടേണ്ട കാര്യമില്ല. തോലൊക്കെ അങ്ങനെ ഇട്ടാലും മതി. നമ്മളിത് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ തോലൊന്നും കടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ തോലൊന്നും കടന്നു കഴിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടർത്തി എടുക്കുക. എല്ലാ വെളുത്തുള്ളിയും അടർത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി ഉണ്ട്. ഇത് തോലൊന്നും പൊളിച്ചിട്ടില്ല. അടർത്തി എടുത്തതാണ്. മാക്സിമം അടർത്തി എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ വെള്ളുള്ളി ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല വാഷ് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞെവിടി വേണം കഴുകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ തോലൊന്നും പൊളിക്കുന്നില്ലല്ലോ. അപ്പം അത്രയും നല്ല ഹൈജീനായിട്ട് വേണം നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഒരു 2-3 വെള്ളത്തിൽ കഴുകണം കേട്ടോ. വെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങനെ വാലാനായിട്ട് വെക്കുക. ചെറിയ വെളുത്തുള്ളി ആകുമ്പോൾ ടേസ്റ്റും കൂടും കേട്ടോ. വലിയ വെളുത്തുള്ളി ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറവായിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന അനുസരിച്ചിട്ട് ഏത് വെളുത്തുള്ളിയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പം വെളുത്തുള്ളിയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത്. ഞാനൊരു 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും തോലെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ ഇഞ്ചിയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിൽ വെച്ച് തന്നെ കഴിഞ്ഞാൽ തന്നെ അത് വെള്ളമെല്ലാം വാർന്ന് നല്ല ഡ്രൈ ആയിക്കൊള്ളും. നല്ല രീതിയിൽ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഒരു ശകലം പോലും വെള്ളം അതിൽ ഇരിക്കാൻ പാടില്ല. അതായത് നമ്മൾ കുറച്ച് നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല ഡ്രൈ ആയിക്കോളും. ഇനി നമുക്കത് ഒരു നല്ല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പല പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടി വരില്ല. നമ്മൾ ഒരുമിച്ചിട്ട് അരയ്ക്കാനായിട്ട്. ഒരു ശകലം പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. നമ്മളുടെ മിക്സിയൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അരച്ചെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എണ്ണയെന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. വീണ്ടും നമുക്ക് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അരച്ചുകൊണ്ടിരിക്കണം. കാരണം ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടില്ല. ഒരു തരി വെള്ളം പോലും ഒഴിക്കാനും പാടില്ല. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വേണം നല്ലതായിട്ട് അരച്ചെടുക്കാൻ. നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. അപ്പം കുറേ നേരം ഇട്ട് അരച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെടുക്കുന്ന സ്പൂണ്, നമ്മളെടുക്കുന്ന പാത്രങ്ങൾ എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. നല്ല ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. ഈ പാത്രം എടുക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ട് വേണം. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും.
ഇതിന് ശേഷം നമ്മൾ എല്ലാം കൂടി ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കരുത്. 2-3 പാത്രത്തിലാക്കി വേണം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ പലപ്പോഴായിട്ട് എടുക്കുമ്പോഴും നമ്മളിപ്പം ഒരു 2-3 പാത്രത്തിലാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം തീർന്ന് കഴിയുമ്പോഴും നമ്മൾ അടുത്ത പാത്രം എടുക്കണം. അങ്ങനെ വേണം നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചീത്തയാകാനും ഒരു സ്മെല്ല് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ നമ്മളുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേടുകൂടാതെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ മേടിക്കുമ്പോഴും ഒരുപാട് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിരിക്കും നമ്മൾ മേടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം ഒന്ന് മെനക്കിടുവാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ല ശുദ്ധമായ രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.